അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കല്ലമ്പലത്തിൽ നിന്ന്. നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് പോത്തും കുട്ടികളെ വാങ്ങാനായിട്ട്. നല്ല പോത്തും കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. മെയിൻ വില 21,000 രൂപ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല കുമ്പത്തിലേക്ക് വൃത്തിയുള്ള പോത്തും കുട്ടികളാണ് നിൽക്കുന്നത്. 21 രൂപ അവരുടെ ചോദ്യമാണ്. നമുക്ക് മുതലാവുന്ന വില പറയാം. ഈ ഭാഗത്ത് അതിനെക്കാട്ടും കുറച്ചുകൂടെ ചെറിയ കുട്ടികൾ നിൽപ്പുണ്ട്. 19 രൂപ മെയിൻ വില ചോദിക്കുന്ന പോത്തും കുട്ടികളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികൾ ഇടയ്ക്ക് നിൽപ്പുണ്ട്. ലാട്ടായതുകൊണ്ട് എല്ലാം കൂടെ അവർ വലുതും ചെറുതും ഇല്ലാണ്ട് വാരി വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് കുട്ടികൾ കുറവായിരുന്നു. കഴിഞ്ഞ ആഴ്ച കുട്ടികളെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു കൊണ്ടുവന്നാണ് പറഞ്ഞത്. നമ്മൾ ചന്തയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുട്ടികൾ ചന്തയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച അവർ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നുള്ളൂ. ഒരു 10-200 കുട്ടികൾക്കകത്തെ അവർ കൊണ്ടുവന്നുള്ളൂ ഈ ആഴ്ച. അങ്ങനെ ഈ ഭാഗത്ത് ഒരു 5 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. 21 രൂപ മെയിൻ വിലയാണ് അവർ ചോദിക്കുന്നത്. 21,000 രൂപ മെയിൻ വില അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു 15 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. 15 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. എന്താവുമെന്നറിയില്ല, നോക്കാം. അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികളെ നോക്കി സെലക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് അവർ അത്രയും വില ചോദിക്കുന്നത്. ലാട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ വില കുറയും. ഇവിടെ നമ്മളൊരു 5 കുട്ടി നമ്മൾ കല്ലമ്പലത്തിൽ നിന്ന് വന്ന സുഹൃത്ത് 5 കുട്ടിയെ ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അത് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് തിരിക്കും. 5 കുട്ടികളെ എടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തെടുത്തതാണ്. മെനു വില 21 ചോദിച്ചത്. 5 കുട്ടികളെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികളെ നോക്കിയാണ് എടുത്തത്. പോത്തും കുട്ടികൾ ഈ ആഴ്ച കുറവാണ്. ഒരു 10-200 പോത്തും കുട്ടികളെ വന്നുള്ളൂ. ഇനി ഒരു 5 കുട്ടിയെ കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ്. കൊമ്പന്തലൊക്കെ വൃത്തിയുള്ള കുട്ടികളെ നോക്കി സെലക്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിനവർ അത്യാവശ്യം നല്ല വില പറയും. നമ്മൾ ലാട്ടായിട്ട് പറയുമ്പോഴത്തേക്ക് വില കുറച്ച് നമുക്ക് എടുക്കാൻ കഴിയും. നമ്മൾ നല്ല ക്രോസ് കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അവരതനുസരിച്ചുള്ള വിലയാണ് പറയുന്നത്. നമ്മൾ ഓരോന്നിനെയും കാണിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. 5 കുട്ടികളെ ചോദിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു 5 കുട്ടികളെ കൂടെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ 21 രൂപ തന്നെയാണ് അതിനും ചോദിക്കുന്നത്. നമ്മൾ 14 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. 12 തുടങ്ങി 14 രൂപ വരെ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് 18 രൂപ കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത്. 5 കുട്ടികളെ മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് കെട്ടി നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. 5 കൂടെ ഒരുമിച്ച് കെട്ടിയിട്ട് ലാസ്റ്റ് ഒരു വില പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മറ്റുള്ള കന്നാലികളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2:30 മണി ആയതേ ഉള്ളൂ. ഈ കുട്ടിയെ നമ്മൾ ഓരോന്നിനും സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈ ഭാഗത്ത് 5 കുട്ടി ആദ്യം എടുത്ത് ഇപ്പോൾ ഇനി അടുത്തൊരു 5 കുട്ടിയെ കൂടെ എടുക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്ന് വന്ന നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ് ഈ കുട്ടികളെ എടുക്കുന്നത്. 5 കുട്ടികളെ കൂടി എടുക്കുന്ന പട്ടാമ്പിയിൽ നിന്ന് വന്ന സുഹൃത്തിന് വേണ്ടിയാണ്. പോത്തും കുട്ടികളുടെ കച്ചവടം എല്ലാ ചൊവ്വാഴ്ച രാവിലെ 2 മണിക്ക് തുടങ്ങും. 2 മണിക്ക് മുമ്പ് തുടങ്ങും. തിങ്കളാഴ്ച രാത്രി ഇവിടെ പോത്തും കുട്ടികൾ വന്ന് തുടങ്ങും. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഇനി കുറച്ച് പോത്തും കുട്ടികളൂടെ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും എടുത്തതിൻ്റെ ബാക്കി തിരിവ് കുട്ടികളാണ് ഇനി കിടക്കുന്നത്. എല്ലാം തിരിവ് കുട്ടികളാണ്. ഈ കിടക്കുന്ന ഒരു 4 കുട്ടിയെ കൂടി നമ്മൾ എടുത്തിരിക്കുകയാണ്. മലപ്പുറത്തേക്കുള്ള സുഹൃത്തിന് വേണ്ടി എടുത്ത കുട്ടികളാണ് ആ ഭാഗത്ത് കിടന്നത്. കല്ലമ്പലത്ത് ഉള്ള സുഹൃത്തിൻ്റെ കുട്ടികളും ഇവിടെ കിടപ്പുണ്ട്. പട്ടാമ്പിയിലേക്കുള്ള സുഹൃത്തിൻ്റെ കുട്ടികളും ആ ഭാഗത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 15 കുട്ടികളെ എടുത്തിട്ടുണ്ട്. 15 കുട്ടികളെ എടുത്തിട്ടുണ്ട്. 2 പശുക്കുട്ടിയെ എടുത്തിട്ടുണ്ട്. 2 പൈക്കുട്ടികളെ എടുത്തിട്ടുണ്ട്. 15 പോത്തും കുട്ടികളെ എടുത്തിട്ടുണ്ട് ഈ ആഴ്ച. അത്യാവശ്യം ഒരുവിധം തെറ്റില്ലാത്ത വിലയ്ക്ക് ഇന്ന് നമുക്ക് പോത്തും കുട്ടികളെ കിട്ടി. ഇനിയിപ്പം അടുത്ത ആഴ്ച ഇച്ചിരി കൂടെയൊക്കെ വലിപ്പമുള്ള കുട്ടികളെ കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞത്. ഞാനെടുത്ത ആ സൈസ് കുട്ടികളൊന്നും ഇന്ന് അധികം ഇല്ലായിരുന്നു. എല്ലാം ചെറിയ കുട്ടികളായിരുന്നു ഈ ആഴ്ച വന്നത്. ഒരു കുട്ടികളൊക്കെ ഈ ഭാഗത്ത് വാങ്ങി കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിയതല്ല, വേറെ പാർട്ടികൾ വാങ്ങിയതാണ്. നമ്മളൊക്കെ വന്ന് നിൽക്കുന്നതിൻ്റെ അടുത്ത് അവർ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഈ കുട്ടിക്ക് എന്തോ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചാണ്. കാലിന് എന്തോ ഒരു പ്രശ്നമുള്ള കണക്ക് തോന്നുന്നത്. രാത്രി കണ്ടില്ലായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ ഡാമേജ് കണക്ക് തോന്നി. അത് ക്ഷീണക്കുറവ് കൊണ്ടാണ് തോന്നുന്നത്. അത് സാരമില്ലെന്ന്, വേറെ കാലിന് കുഴപ്പമൊന്നുമില്ല.
ഒന്ന് ജസ്റ്റ് ഒന്ന് നടത്തി നോക്കാമെന്ന് വിചാരിച്ചു. അത് തീറ്റയും വെള്ളമൊന്നും കുടിക്കാത്തതിൻ്റെ ഒരു ഇതാണ്. കാരണം 2 ദിവസം അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഫുള്ളൊരു പകലും ഒരു രാത്രിയും യാത്ര ചെയ്താലേ നമ്മളെ നാട്ടിലെത്തുള്ളൂ. അതിന് വിശക്കുന്ന അത് കച്ചിയൊക്കെ അവിടെ ഇവിടെ കിടക്കുന്ന പറക്കി തിന്നുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരിത് ഉള്ളു. അപ്പോൾ ഇത് കൊടുത്താലും നമുക്ക് വേറെ മേടിക്കാൻ അവിടെ ഇനി വേറെ നല്ല കുട്ടികളില്ല, എല്ലാം വിറ്റുപോയി. ബാക്കി ഇനി തിരുകുട്ടികളേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ആഴ്ച നമ്മൾ ഇത്രയും കുട്ടികളെ എടുത്തിരിക്കുകയാണ്. മലപ്പുറത്തേക്കുള്ള സുഹൃത്തിൻ്റെ പോത്തും കുട്ടികളെ നമ്മൾ മഞ്ചേരി പോകുന്ന വണ്ടിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്.